പല ആളുകളും പല തരത്തിലാണ് ഉറങ്ങുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കി, നമ്മളെ വീട്ടിലും അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പായിട്ടൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഒന്ന് കണ്ടാൽ വളരെ രസകരമായിരിക്കും ഓരോരുത്തരും ഉറക്കം. ചിലർ കവുന്ന് കിടക്കുന്നു, ചിലർ മലർന്ന് കിടക്കുന്നു, ചിലർ എന്താ പറയുക ഗർഭസ്ഥ ശിശുവിനെ പോലെ ചുരുണ്ട് കിടക്കുന്നു, ചെമ്മീൻ കിടക്കുന്ന പോലെ കിടക്കുന്നു. അതുപോലെ തന്നെ ഫ്രോഗ് സ്ലീപ്പുണ്ട്, അതായത് തവള കിടക്കുന്ന പോലെ രണ്ട് കാലും മുന്നോട്ട് വെച്ച് കൈ ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ടൊക്കെ കിടന്ന് ഉറങ്ങുന്നവരുണ്ട്, ചെരിഞ്ഞു കിടക്കുന്നവരുണ്ട്. പല തരത്തിലും ഉറങ്ങുന്ന ആളുകളാണ് നമ്മളുടെ ഇടയിലുള്ളത്. നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മൾ എങ്ങനെയാണ് കിടന്ന് ഉറങ്ങണേ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഉറക്കത്തിൻ്റെ ഈ പൊസിഷൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് നോക്കിക്കൊണ്ട് തന്നെ ആ വ്യക്തി എത്തരക്കാരനാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുള്ള രസകരമായിട്ടുള്ള കാര്യം. നമ്മൾ പലപ്പോഴും ഒരാൾ വരുമ്പോൾ തന്നെ അവരെക്കുറിച്ച് വിലയിരുത്താറുണ്ട്. അവരുടെ നടത്തത്തിൽ തന്നെ ആൾ നാണം കുടുങ്ങിയാണോ, ആത്മവിശ്വാസമുള്ളവരാണോ, ശൂരനാണോ, ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഉറങ്ങുന്ന രീതി, ഉറങ്ങുന്ന പൊസിഷൻ മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിയെ എങ്ങനെയുള്ള ആളാണെന്ന് വിലയിരുത്താൻ സാധിക്കും എന്നുള്ള കഴിഞ്ഞ 30 വർഷക്കാലം ഗവേഷണം നടത്തിയ ഒരു മനഃശാസ്ത്രജ്ഞനാണ് ക്രിസ് എന്ന് പറയുന്ന ഈ മനഃശാസ്ത്രജ്ഞൻ പറയുന്നു, ഒരുവൻ ഉറങ്ങുന്ന രീതി കണ്ടുകൊണ്ട് ആ വ്യക്തി എങ്ങനെയുള്ള ആളാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഉറങ്ങുന്നത് എങ്ങനെയാണെന്നൊന്നും അങ്ങനെ കൃത്യമായിട്ട് ആരോടും പഠിപ്പിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ഉറങ്ങണം നമുക്ക് നിയതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ കൂടി അത് നിർബന്ധിക്കാൻ സാധിക്കില്ല. ഓരോരുത്തരും അവനവൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് കിടന്ന് ഉറങ്ങുന്നു എന്നുള്ളതല്ലാതെ ആ ഉറക്കം ഏറ്റവും നന്നായി പോകണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ ഉറക്കത്തിൻ്റെ പൊസിഷൻ വെച്ചുകൊണ്ട് തന്നെ ആ വ്യക്തിത്വത്തെ നമുക്ക് അളക്കാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഗവേഷണ ഫലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ആ ഗവേഷണ ഫലം പറഞ്ഞിരിക്കുന്നത്? ഒരു മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ 1/3 ഉറക്കത്തിനായിട്ടാണ് മാറ്റിവെക്കണമെന്ന് പറയുന്നത്. ഏകദേശം 2,27,760 മണിക്കൂർ നമ്മൾ ദിവസത്തിലേക്ക് കടക്കുകയാണെങ്കിൽ 9,490 ദിവസം. അപ്പോൾ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം നമ്മൾ ഉറക്കത്തിനായി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമതായി ഗർഭസ്ഥ ശിശുവിനെ പോലെ ഉറങ്ങുന്നവർ, ഫ്യൂറ്റൽ പൊസിഷൻ എന്ന് പറയും. നമ്മളങ്ങനെ ചുരുണ്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞ് കിടക്കുന്നൊക്കെ നമ്മളൊരു പക്ഷേ മീഡിയാസിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ട് കാണും, അല്ലെങ്കിൽ നമ്മൾ ചിത്രങ്ങളിലൂടെയൊക്കെ കാണുന്നതാണ്. അതേ പൊസിഷനിലേക്ക് അവർ തീർച്ചയായിട്ടും അവരുടെ മനസ്സെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ വീണ്ടും അതേ സുരക്ഷിതത്വം, അമ്മയുടെ ഗർഭപാത്രത്തിൽ ലഭിച്ചിരുന്ന അതേ സുരക്ഷിതത്വം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇത്തരക്കാർ വളരെ നാണം കുടുങ്ങികളാണ്, മുന്നോട്ട് വരികയേ പോലുമില്ല എന്നുള്ളതാണ്. പേടിത്തൊണ്ടന്മാരെന്നൊക്കെ വേണമെങ്കിൽ പറയാം അവരെ പറ്റി. അതുപോലെ തന്നെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്നവരാണിവർ. ഭാവിയെക്കുറിച്ച് അമിത വേവലാതിയാണ് ഇവർ എപ്പോഴും വെച്ച് പുലർത്തുക എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. മറ്റു ചിലർ തലയണ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നവരാണ്. ഇവർക്ക് ഫാമിലി വളരെ ജീവനാണ്, ഒരു ചങ്ക് കൊടുക്കും, ഫാമിലിക്ക് വേണ്ടി എന്ത് അവർ ചെയ്യുന്നുള്ളതാണ്. അവർക്ക് വളരെയധികം സ്നേഹം ഉള്ള വ്യക്തികളാണിവർ. അവർ മറ്റുള്ളവരെ സ്നേഹിക്കാൻ വെമ്പൽ കൊള്ളുന്നവരാണ്. അതാണ് അവരുടെ പ്രത്യേകത. അവർ ഇങ്ങനെ തലയോണം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ളവരുടെ രീതി ഇതാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ നന്നായി കെയർ ചെയ്യും, അതാണ് അവരുടെ പ്രത്യേകത. ഇനിയും കമിഴ്ന്ന് കിടക്കുന്നവർ, സ്ലീപ്പ് ഓൺ സ്റ്റൊമക്ക് എന്നൊക്കെ പറയും. എന്താണ് അവരുടെ പ്രത്യേകത? അവർ പെട്ടെന്ന് ശോഭിക്കുന്നവരാണെന്നുള്ളതാണ്. എന്നാൽ നല്ല ആത്മവിശ്വാസമുള്ളവരും കൂടിയാണ് അവർ. എല്ലാം കൈയടക്കാൻ വെമ്പൽ കൊള്ളുന്നവരാണ്. അതോടൊപ്പം തന്നെ നിസാര കാര്യങ്ങൾക്ക് അസ്വസ്ഥരാണ്. വിമർശനം ഒരിക്കലും, ഏത് തരത്തിലുള്ള വിമർശനമാണെങ്കിലും അവർക്ക് സഹിക്കില്ല. ഇതാണ് അവരുടെ പ്രത്യേകത. തന്നെയുമല്ല മുമ്പും പിമ്പും നോക്കാതെ എടുത്ത് ചാടി ഓരോ തീരുമാനങ്ങളിൽ എത്തിപ്പെടും. ഇനി ചിലരോ മലർന്ന് കിടക്കുന്നവർ പൊതുവെ ശാന്ത സ്വഭാവക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ആത്മവിശ്വാസവുമുണ്ട്. അതോടൊപ്പം തന്നെ അവർ മറ്റുള്ളവരെ നന്നായി പരിഗണിക്കുന്നവരാണ്. അതാണ് അവരുടെ പ്രത്യേകത. അവർ നുണ പറയാൻ ഒട്ടും താല്പര്യം കാണിക്കാത്തവരാണ്, നല്ല സത്യസന്ധവരാണ്. ഒപ്പം തന്നെ നല്ല ശുഭാപ്തി വിശ്വാസമുള്ളവരും ജീവിതത്തെക്കുറിച്ച് നല്ല പ്രത്യാശയുള്ളവരൊക്കെയാണ്. ലക്ഷ്യം നേടാൻ ശ്രമിക്കുന്നവരുമാണ്. ഇനിയും ചിലർ ചെരിഞ്ഞുറങ്ങുന്നവർ, സ്ലീപ്പ് ഓൺ സൈഡ്. ഇങ്ങനെയുള്ളവർ സമൂഹവുമായി നല്ല ബന്ധമുണ്ടാക്കാൻ, താതാത്മ്യം പ്രാപിക്കാൻ വെമ്പൽ കൊള്ളുന്നവരാണെന്നാണ് പറയുന്നത്. ചെരിഞ്ഞുറങ്ങുന്നവരുടെ പ്രത്യേകത, അവർ മറ്റുള്ളവരോട് കയറി സംസാരിക്കും. ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഈഗോ കാണിച്ചിരിക്കുന്നവരല്ല. അവർക്ക് സമൂഹവുമായിട്ട് നല്ല ഇൻറ്ററാക്ഷൻസ് ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരാണ്. നല്ല റിലേഷൻഷിപ്പ് അവർ കീപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ്. പക്ഷേ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങളെടുക്കാൻ കഷ്ടപ്പെടുന്നവരാണ്. അതാണ് അവരുടെ മറ്റൊരു ന്യൂനതയായിട്ട് പറയുന്നത്. പക്ഷേ സമൂഹവുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കും. അതൊക്കെയാണ് അവരുടെ പ്രത്യേകത.
ഇനി മലർന്ന് നീണ്ട് നിവർന്ന് കിടക്കുന്ന സ്റ്റാർ ഫിഷിൻ്റെ സ്റ്റൈലിൽ കിടക്കുന്ന ചില വ്യക്തികൾ നമ്മൾ കാണാം. കയ്യും കാലൊക്കെ നിവർത്തി വെച്ച് കിടക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള ഉറക്കത്തിൽ. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫാമിലിയോട് വളരെ താല്പര്യം കാണിക്കുന്ന, അതുപോലെ തന്നെ നല്ല ബന്ധങ്ങളുണ്ടാക്കിയെടുക്കുന്ന, മറ്റുള്ളവരെ വളരെ പ്രിയപ്പെട്ടവരായി പരിഗണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. മനുഷ്യബന്ധങ്ങളെ നല്ല മൂല്യമുള്ളതായിട്ട് അവർ കരുതുന്നുള്ള റിലേഷൻഷിപ്പ് അവരത് ബ്രേക്ക് ചെയ്യില്ല. അവർക്ക് ബ്രേക്ക് ചെയ്ത സ്വസ്ഥത കിട്ടില്ല. അവർക്ക് റിലേഷൻഷിപ്പിനോട് വളരെ താല്പര്യമുള്ളവരാണ്. എല്ലാവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കും. ഒന്നും തകർക്കാൻ അവർ താല്പര്യപ്പെടില്ല. അതാണ് അവരുടെ ഒരു പ്രത്യേകത. ഇവരുടെ മറ്റൊരു പ്രത്യേകത സ്വന്തം സുഖം മാത്രമല്ല, മറ്റുള്ളവരുടെ അപരൻ്റെ സുഖവും പരിഗണിക്കുമെന്നുള്ളത്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഉറക്കത്തിലൂടെ തന്നെ ആ വ്യക്തിത്വത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുള്ളതാണ് ഈ ഗവേഷണ ഫലം കൊണ്ട് ഈ ക്രിസ് വ്യക്തമാക്കുന്നത്. ഉറക്കം എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ കിടന്നുറങ്ങുന്നതല്ല. ആ ഉറക്കം അവരുടെ പേഴ്സണാലിറ്റിയുമായി ഇഴുകിച്ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ 30 വർഷക്കാലത്തെ ഗവേഷണം കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ ചുരുക്കുകയാണ്. ഇതുപോലത്തെ മറ്റു വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.